Hi, welcome back to another session of C programming. ഈ ഒരു സെഷനിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ്, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കൺട്രോൾ ഫ്ലോ സ്ട്രക്ചേഴ്സ് എന്താണെന്നാണ് മനസ്സിലാക്കുക. ഇതിൽ ലൂപ്സ് ഉണ്ട്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സുകളുണ്ട്. ഓക്കെ, ഇത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കാം. സിയിൽ നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും പെർഫോം ചെയ്യുക. ഓക്കെ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഈഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്, ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം എന്ന് നോക്കാം. ദി ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട്സ് എ ബ്ലോക്ക് ഓഫ് കോഡ് ഇഫ് ദ ഗിവൺ കണ്ടീഷൻ ഈസ് ട്രൂ. നമ്മൾ നൽകുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഇത് എക്സിക്യൂട്ട് ചെയ്യുകയുള്ളൂ. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇൻറ്റ് നം ഈക്വൽസ്, ഓക്കെ, എനിക്ക് ഈ നമ്പറിനെ ചെക്ക് ചെയ്യണം. ഈ നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇതൊരു പോസിറ്റീവ് നമ്പർ ആണെന്ന് എനിക്ക് പ്രിൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാണ് ഇഫ് നം ഗ്രേറ്റർ ദാൻ 0, കർലി ബ്രേസ് ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ഇതിനുള്ളിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം, അതാണ് ഈ ഒരു ബ്ലോക്കിൽ നൽകുക. പ്രിൻറ്റ് എഫ് ദ നമ്പർ ഈസ് പോസിറ്റീവ് സെമിക്കോളൻ. ഓക്കെ, ഞാനിത് സേവ് ചെയ്യുന്നു. ദെൻ നമുക്ക് ബിൽഡ് ചെയ്യാം, എക്സിക്യൂട്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും ദ നമ്പർ ഈസ് പോസിറ്റീവ്. ഓക്കെ, ഇവിടെ എന്താണ് ചെക്ക് ചെയ്യുന്നത്, നം. ഓക്കെ, അതായത് 10 ഗ്രേറ്റർ ദാൻ 0 ആണോ എന്നാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഇവിടെ ഇതാണ് ചെക്ക് ചെയ്യുന്നത്, 10 ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. 10 ആണ് ഗ്രേറ്റർ അല്ലേ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൺട്രോൾ നേരെ ഈ ഒരു ബ്ലോക്കിനുള്ളിലേക്ക് വരും. അതായത് ഈ ഒരു കർലി ബ്രേസസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത ഈ ഒരു സെഷനിലേക്ക് വരും. അവിടെ എന്താണോ നൽകിയിരിക്കുന്നത് അത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇത് ഫോൾസ് ആകുന്ന ഒരു കേസ് ആണെങ്കിൽ, അതായത് ഇത് ട്രൂ ആകാത്തൊരു കേസ് ആണെങ്കിൽ ഇത് എക്സിറ്റ് ചെയ്ത് ഇവിടേക്ക് വരും, ഔട്ട്സൈഡിലായിരിക്കും വരിക. പിന്നീട് എന്ത് ചെയ്യും, പ്രിൻറ്റ് എഫ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ ചേഞ്ച് ചെയ്ത് -1 ആക്കുകയാണെന്ന് വിചാരിക്കുക. ദെൻ സേവ് ചെയ്യുന്നു, ദെൻ ബിൽഡ് ചെയ്യാം, ദെൻ എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും ഹലോ എന്ന് മാത്രമാണ് വന്നത്. ഈ ഒരു കണ്ടീഷൻ ഇവിടെ ഫോൾസ് ആയി നേരെ കൺട്രോൾ എങ്ങോട്ടാണ് വരുന്നത്, ഇവിടേക്കായിരിക്കും വരിക. പിന്നെ റെസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഉദാഹരണം പറഞ്ഞാൽ പ്രിൻ്റ് ഓഫ് ഹലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ലോജിക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഒരു മൈനസ് നമ്പർ നൽകിയപ്പോഴേക്കും എന്താണ് സംഭവിച്ചത്, ഇത് നമ്മുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട് തന്നെ നമ്മളെ ബ്ലോക്കിൽ നിന്ന് എക്സിറ്റ് ആകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പോയി. എന്നാൽ നമുക്ക് അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇത് ചെയ്യണം, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണം. ഇത് ഫോൾസ് ആണെങ്കിൽ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണം, അത് ഡിസ്പ്ലേ ചെയ്യണം. അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ നമുക്കവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എൽസ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യാൻ സാധിക്കും. എൽസ്, ഓക്കെ, ദെൻ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യും. ഓക്കെ, ഇവിടെ എനിക്ക് നൽകാൻ സാധിക്കും ഇതേ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കോപ്പി ചെയ്യുന്നു, ദെൻ ഇവിടെ പേസ്റ്റ് ചെയ്യാണ്, ഈസ് നോട്ട് പോസിറ്റീവ്. ഓക്കെ, ദെൻ ഞാനിത് സേവ് ചെയ്യുന്നു. ഇവിടെ ഒരു മൈനസ് നമ്പർ നൽകുകയാണ്, -9. ദെൻ സേവ് ചെയ്യുന്നു, ദെൻ ബിൽഡ്. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും ദ നമ്പർ ഈസ് നോട്ട് പോസിറ്റീവ് അല്ലേ. അതായത് ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് എന്താണ്, ഈ ഒരു കേസിൽ എന്താണ് വരിക, -9. എന്തായിരിക്കും വരിക, ഗ്രേറ്റർ ദാൻ 0 ആണ് അല്ലേ. ഇത് എന്തായി മാറി, ഇത് ഫോൾസ് ആയി മാറി. യഥാർത്ഥത്തിൽ എന്താണ്, -9 ലെസ് ദാൻ 0. ഓക്കെ, അപ്പോൾ ഇത് ഫോൾസ് ആയതുകൊണ്ട് ഇതിൻ്റെ കൺട്രോള് ഇതിലേക്ക് വരില്ല. ഓക്കെ, ഇതിലേക്ക് വരില്ല, നേരെ കൺട്രോൾ എങ്ങോട്ട് വരും, എൽസ് പാർട്ടിലേക്ക് വരും. എൽസിലെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ നമ്പർ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക. ഓക്കെ, അപ്പോൾ 0 ആണെങ്കിൽ ഇതിനെ നമുക്ക് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എൽസ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഞാനിത് റിമൂവ് ചെയ്യുന്നു. എൽസ് ഈഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇനി നോക്കാൻ പോകുന്നത്.
ഇവിടെ ഞാൻ നമ്പർ എന്ത് ചെയ്യുന്നു 0 ആക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ആണെങ്കിൽ അതെന്താണ്, അത് ഒരു പോസിറ്റീവ് നമ്പറാണ്, നമ്പർ ഈസ് പോസിറ്റീവ്. ഇവിടെ വീണ്ടും എനിക്കൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും, യൂസിങ് എൽസ് ഈഫ്. ഓക്കെ, അതെങ്ങനെ നൽകാം എന്ന് നോക്കാം. എൽസ് ഈഫ്, ഇതിന് ശേഷം ഒരു സ്പേസ് ഉണ്ട്, എൽസ് ഈഫ്, ദെൻ ഞാൻ ഇവിടെ നൽകുകയാണ് നം ലെസ് ദാൻ 0 ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, നമ്പർ ഈസ് നോട്ട് പോസിറ്റീവ്. കുറച്ചുകൂടെ മീനിങ് ഫുള്ളായിട്ട് നൽകുകയാണെങ്കിൽ നമ്പർ ഈസ് നെഗറ്റീവ് അല്ലേ. പോസിറ്റീവ് ചേഞ്ച് ചെയ്യുന്നു, നമുക്കിവിടെ നെഗറ്റീവ് എന്ന് നൽകാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നോക്കുന്നു അല്ലേ. ഇവിടെ വന്നിട്ട് ഇവിടെ ഇത് ചെക്ക് ചെയ്യുന്നു, ദെൻ അത് ട്രൂ ആണെങ്കിൽ ഇത് പ്രിൻറ്റ് ചെയ്യുന്നു. വീണ്ടും വന്നൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്, നമ്പർ ലെസ് ദാൻ 0 ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, അത് നെഗറ്റീവ് നമ്പർ ആണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റ് ചെയ്യുന്നു. ഇനി ഇതൊന്നും അല്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നമ്പറിൻ്റെ സ്റ്റേറ്റ്, ദാറ്റ് വിൽ ബി 0. നമുക്കത് ഇവിടെ നൽകാം, നമ്പർ ഈസ് 0. ദെൻ ഞാനിത് സേവ് ചെയ്യുന്നു, ബിൽഡ്, ദെൻ എക്സിക്യൂട്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്പർ ഈസ് 0 എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ ആദ്യം ഇത് ചെക്ക് ചെയ്യുന്നു, നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നോക്കുന്നു, അത് ഫോൾസ് ആണ്, ഇത് എക്സിക്യൂട്ട് ചെയ്യില്ല. ദെൻ താഴേക്ക് വരുന്നു, ഇവിടെ വന്ന് വീണ്ടും ചെക്ക് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, നമ്പർ ലെസ് ദാൻ 0 ആണെന്ന് നോക്കുന്നു, എന്താണ്, അതും പോസിബിൾ അല്ല, ഫോൾസ് ആണ്. പിന്നെ ആകെയുള്ള എന്താണ് നമുക്ക് പിന്നെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇതൊന്നും സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ട് നേരെ എൽസ് പാർട്ടിലേക്ക് വരുന്നു. ദെൻ നമ്പർ ഈസ് 0 എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു ഇൻപുട്ട് മാറ്റി നൽകാം. ഇവിടെ ഇൻപുട്ട് ഞാൻ 2 നൽകുന്നു, ദെൻ സേവ് ചെയ്യുന്നു, ദെൻ ബിൽഡ്. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും ദെൻ നമ്പർ ഈസ് പോസിറ്റീവ്. ഇതാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ 2 ഗ്രേറ്റർ ദാൻ 0 ആണ് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ട്രൂ ആണ്, നേരെ കൺട്രോൾ ഇങ്ങോട്ട് വരുന്നു. ഇനി നമുക്ക് ഇവിടെ ഒരു മൈനസ് നമ്പർ നൽകാം, -100. സേവ് ചെയ്യുന്നു, ദെൻ ബിൽഡ്, എക്സിക്യൂട്ട്. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്പർ ഈസ് നെഗറ്റീവ്. ഈ ഒരു കേസ് ട്രൂ ആകുന്നില്ല, ജസ്റ്റ് ഇവിടെ വരുന്നു, അപ്പോൾ അത് ട്രൂ ആയി. ദെൻ കൺട്രോൾ ഇങ്ങോട്ട് വരുന്നു, ദെൻ നമ്പർ ഈസ് നെഗറ്റീവ് പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ എൽസ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്, വളരെ സിമ്പിളായിട്ടാണ് നമ്മളിവിടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോൾ നിങ്ങൾ തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നാണ്. ദ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് അലോസ് എ വേരിയബിൾ ടു ബി ടെസ്റ്റഡ് ഫോർ ഇക്വാലിറ്റി അഗെയിൻസ്റ്റ് എ ലിസ്റ്റ് ഓഫ് വാല്യൂസ്. അതായത് ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്യുകയാണ്. നമുക്ക് കുറേയധികം വാല്യൂസ് ഉണ്ടായിരിക്കും, അതിനെ ഓരോ വാല്യൂവിനെയും ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഒന്നിലധികം ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് സ്വിച്ച് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെ നമുക്ക് സ്വിച്ച് യൂസ് ചെയ്യാൻ കഴിയും എന്ന് നോക്കാം. ഇതിനായിട്ട് പുതിയതായിട്ട് ഒരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്യണം, ദെൻ സേവ് ചെയ്യുന്നു. ഇവിടെ ഞാൻ നൽകുകയാണ് switch.c. ഓക്കെ, നമ്മുടെ യൂഷ്വൽ കോഡ് നൽകാം, #include stdio.h int main return 0. ഓക്കെ, കൂൾ. ഞാനിത് സേവ് ചെയ്യുന്നു, ജസ്റ്റ് ബിൽഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് ഇവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു, ഡേ ഈക്വൽസ് 4, ഡേ ഈക്വൽസ് 4 എന്ന് സെറ്റ് ചെയ്യുന്നു. ഇവിടെ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്, യഥാർത്ഥത്തിൽ ഡേ ആണ് എനിക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഡേയുടെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണെങ്കിൽ അത് തേഴ്സ്ഡേ എന്ന് കാണിക്കണം, 1 ആണെങ്കിൽ മൺഡേ, 2 ആണെങ്കിൽ ട്യൂസ്ഡേ എന്ന് കാണിക്കണം. ഇവിടെ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ധാരാളം ഈഫ് സ്റ്റേറ്റ്മെൻറ്റുകൾ നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, അവിടെയാണ് നമ്മൾ സ്വിച്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നൽകാം, സ്വിച്ചിൻ്റെ സിൻറ്റാക്സ് പറയുകയാണെങ്കിൽ സ്വിച്ച് നൽകുന്നു, സ്വിച്ച്, ദെൻ അതിലേക്ക് എൻ്റെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ചെക്ക് ചെയ്യേണ്ട കാര്യം നൽകുന്നു. എന്താണ് എനിക്കിവിടെ ചെക്ക് ചെയ്യേണ്ടത്, ഡേ ആണ്. ഓക്കെ, ഓപ്പണിംഗ് ബ്രേസ്, ദെൻ ക്ലോസ് ചെയ്യുന്നു. ദെൻ ഉടൻ തന്നെ അവിടെ ഒരു ഡീഫോൾട്ടായിട്ടുള്ള ഒരു വാല്യൂ സെറ്റ് ചെയ്യണം, അത് നൽകാം. അതിന് ഡീഫോൾട്ട് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യാം, ഡീഫോൾട്ട് ഫുൾ കോളൻ, ദെൻ
നമ്മുടെ ഈ ഡേയുമായിട്ട് ഒന്നും തന്നെ മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ അപ്പോൾ ഇവിടെ ഒരു മാച്ചിങ് ആയിട്ടുള്ള ഒരു വാല്യൂ ലഭിച്ചില്ലെങ്കിൽ ഈ ഡീഫോൾട്ട് ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുക. ദെൻ ഞാനിവിടെ നൽകുന്നു പ്രിൻറ്റ് ഓഫ് ഇൻവാലിഡ് ഡേ /n ദെൻ സെമിക്കോളൻ. ഇനി ഓരോ വാല്യൂസും നമുക്ക് ചെക്ക് ചെയ്യാം. കേസ് എന്ന് പറയുന്ന കീവേഡ് നൽകാം. ദെൻ 1 കേസ് 1 ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, കേസ് 1 ആണെങ്കിൽ പ്രിൻറ്റ് ചെയ്യണം പ്രിൻറ്റ് ഓഫ് എന്തെന്ന് പ്രിൻറ്റ് ചെയ്യണം? മൺഡേ എന്ന് പ്രിൻറ്റ് ചെയ്യണം. മൺഡേ /n സെമിക്കോളൻ. ഇത് ഈ ഒരു എക്സിക്യൂഷൻ എൻഡ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു കീവേഡ് യൂസ് ചെയ്യും. ഇവിടെ ബ്രേക്ക് നമ്മൾ നൽകി. അപ്പോൾ എന്തിനായിരിക്കും ബ്രേക്ക് യൂസ് ചെയ്യുക? അതായത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ഇവിടെ നമ്മൾ കേസ് 1 നൽകിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ടെർമിനേറ്റ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഒരു ബ്രേക്ക് നൽകുന്നത്. ഓക്കെ, ഈ ബ്രേക്ക് നൽകിയില്ലെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് താഴോട്ട് ഈ കേസ് എല്ലാം തന്നെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ ബ്രേക്ക് നൽകുന്നത്. ഓക്കെ, ഇനി കേസ് 2 നൽകാം. കേസ് 2 പ്രിൻറ്റ് എഫ് ട്യൂസ്ഡേ ദെൻ ബ്രേക്ക്. റിപ്പീറ്റഡ് ആയിട്ടുള്ള കോഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ വളരെ വേഗം തന്നെ എല്ലാ ഇൻസ്ട്രക്ഷൻസും നൽകിയിരിക്കുകയാണ്. ഇവിടെ കേസ് 1 കാണാം, കേസ് 2, കേസ് 3, കേസ് 4 ആൻഡ് കേസ് 7 വരെ കാണാനായിട്ട് സാധിക്കും. ദെൻ ഒരു ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു ഓപ്ഷനും കാണാനായിട്ട് കഴിയും. ഇവിടെ നമ്മൾ ഓൾറെഡി ഡേയിൽ 4 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ബിൽഡ് ചെയ്യാം. ബിൽഡ് ദെൻ എക്സിക്യൂട്ട്. ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ 4 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരെ കൺട്രോൾ എങ്ങോട്ട് വരും? ഇവിടേക്ക് വരും. ഓക്കെ, എങ്ങനെയാണ്? ഇവിടെ സ്വിച്ച് ചെക്ക് ചെയ്യുന്നു. ദെൻ കൺട്രോൾ നേരെ ഈ 4ലേക്കായിരിക്കും വരിക. ഡേ 4 ആണ്, സ്വിച്ച് ഓഫ് ഡേ ചെക്ക് ചെയ്യുന്നു. ദെൻ കൺട്രോൾ നേരെ കേസ് 4ലേക്ക് വരുന്നു. ദെൻ തേഴ്സ്ഡേ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി വാല്യൂ ചേഞ്ച് ചെയ്ത് നൽകാം. ഞാൻ 7 നൽകുന്നു. ദെൻ സേവ് ചെയ്യുന്നു. ബിൽഡ് ദെൻ എക്സിക്യൂട്ട്. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും സൺഡേ. ഓക്കെ, 7 ആയതുകൊണ്ട് നേരെ കൺട്രോൾ ഇവിടെ വന്നു. ദെൻ ഈ സൺഡേ പ്രിൻറ്റ് ചെയ്യുന്നു. ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റിജർ നമ്പർ നൽകുകയാണെന്ന് വിചാരിക്കാം. 90. സേവ് ചെയ്യുന്നു. ദെൻ ബിൽഡ്. ഓക്കെ, ദെൻ എക്സിക്യൂട്ട്. ഇൻവാലിഡ് ഡേ എന്ന് കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ഡീഫോൾട്ടിൽ നൽകിയിരിക്കുന്നതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഇൻറ്റീജർ മാത്രമല്ല ക്യാരക്ടറും നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഗ്രേഡ് ഈക്വൽസ് ബി എന്ന് സെറ്റ് ചെയ്യുന്നു. സെമിക്കോളൻ. ഓക്കെ, ഇനി എനിക്ക് ഗ്രേഡ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. ദെൻ ഞാൻ താഴേക്ക് വരികയാണ്. സ്വിച്ച് ഓഫ് ഗ്രേഡ് ഓപ്പൺ ചെയ്യുന്നു. ദെൻ ഡീഫോൾട്ട് നൽകുന്നു. ഡീഫോൾട്ട് പ്രിൻറ്റ് എഫ് ഇൻവാലിഡ് ഗ്രേഡ് /n സെമിക്കോളൻ. ഇവിടെ നൽകുകയാണ് കേസ്. ഇവിടെ ക്യാരക്ടറാണ് ചെക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് സിംഗിൾ കോട്ടിൽ ഞാൻ എ എന്ന് നൽകി. സിംഗിൾ ക്യാരക്ടറാണ് ചെക്ക് ചെയ്യുന്നത്. ദെൻ പ്രിൻറ്റ് എഫ് ഇവിടെ നൽകുന്നു എക്സലൻറ്റ്. ദെൻ ബ്രേക്ക്. ഓക്കെ, മറ്റൊരു കേസും കൂടെ നൽകുകയാണ്. കേസ് ബി പ്രിൻറ്റ് എഫ് വെൽ ഡൺ. ഓക്കെ, ഇനി മുന്നോട്ടും ഗ്രേഡുകൾ നൽകാൻ സാധിക്കും. ജസ്റ്റ് ഞാനിത് മാത്രം നൽകുകയാണ്. ബ്രേക്ക്. ഓക്കെ, ദെൻ സേവ് ചെയ്യുന്നു. ഇവിടെ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ബി ആണ്. ഓക്കെ, അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്താണ്? വെൽ ഡൺ എന്നുള്ളതാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. സേവ് ചെയ്യാം. ബിൽഡ് ദെൻ എക്സിക്യൂട്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വെൽ ഡൺ എന്നുള്ളത് പ്രിൻറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മറ്റേതെങ്കിലും ഗ്രേഡ് ആണെങ്കിൽ ഇതിൻ്റെ കൺട്രോൾ നേരെ ഡീഫോൾട്ടിലേക്കായിരിക്കും വരിക. അവിടെ ഇൻവാലിഡ് ഗ്രേഡ് എന്നായിരിക്കും ഡിസ്പ്ലേ ചെയ്തു വരിക കൺസോളിൽ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ലൂപ്സിനെ പറ്റിയായിരിക്കും മനസ്സിലാക്കുക. സോ സ്റ്റേ ട്യൂൺഡ്.